നമസ്കാരം, ഞാൻ അമലക്ഷയ്. ഒരു സിനിമ വിജയിക്കുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളുണ്ടെങ്കിലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ, ജഗന്നാഥൻ തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടല്ലേ. അപ്പോൾ അത്തരം ഒരു ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈവൻ സിനിമ വിജയിച്ചില്ലെങ്കിൽ പോലും ആ ക്യാരക്ടർ ഒരുപാട് നാൾ ആൾക്കാരുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പെട്ടെന്ന് ആൾക്കാരുടെ ഉള്ളിലേക്ക് കുടിയേറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് തിരക്കഥാകൃത്ത് ഒരു ശക്തമായിട്ടുള്ള ക്യാരക്ടർ ബിൽഡ് ചെയ്യേണ്ടത്? ഇതിന് കുറേ അധികം മെത്തേഡ്സ് ഉണ്ടെങ്കിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് സിംബലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് സിംബലിസം എന്ന് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സിംബലിസം എന്താണെന്നുള്ളതിൻ്റെ ആ ഒരു പ്രോപ്പർ ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു സീൻ പറയാം. ഒരു സിറ്റുവേഷൻ, ഒരു പെൺകുട്ടി ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അവളെ കാണാനായിട്ട് നടന്നു വരുന്ന ഒരു പയ്യൻ. അവൻ കൈയുടെ പുറയിൽ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറ അവൻ്റെ കൈയുടെ പുറയിലേക്ക് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് കാണിക്കുന്നത് അതൊരു റോസാപ്പൂ ആണെന്ന് കാണാം. ഇത്രയും കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാവുക? ആ പയ്യൻ ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോവുകയാണെന്നല്ലേ. അവരുടെ ഡയലോഗില്ല, അവരുടെ ആക്ടിംഗ് ഇല്ല, ഒന്നുമില്ല. ആ ഒരു കയ്യിലുള്ള പൂ കണ്ടപ്പോൾ തന്നെ നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. ഇനി മറ്റൊരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇതേ പെൺകുട്ടി അവിടെ ബസ് കാത്ത് നിൽക്കുന്നു. ഇതേ പയ്യൻ കൈ പുറകെ പിടിച്ചിട്ട് പതുങ്ങി വരികയാണ്. എന്നാൽ അവൻ്റെ കയ്യിലേക്ക് പോക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെ റോസാപ്പൂ അല്ല, പകരം ഒരു കത്തിയാണെങ്കിലോ പെട്ടെന്ന് ആ ഒരു എൻ്റെയർ സിറ്റുവേഷൻ മാറിയില്ലേ. ആ കത്തി കൊണ്ട് അവളെ കൊല്ലാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെയും ഡയലോഗില്ല, എക്സ്പ്രഷൻ ഇല്ല, അഭിനയമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ രണ്ട് കേസിലും ക്യാരക്ടറും സിറ്റുവേഷനും എല്ലാം സെയിം ആണ്. അവിടെ ആ ഒരു ഒബ്ജക്റ്റ് ഒന്ന് മാറിയ സമയത്ത് ആ ഒരു എൻ്റെയർ സീനിൻ്റെ ആ ഒരു മൂഡും ഇമോഷനും എല്ലാം തന്നെ മാറി. ഇതാണ് സിംബലിസം എന്ന് പറയുന്നത്. ഇത് ആ ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. എന്നാൽ ഈ ഒരു ഒബ്ജക്റ്റിനെ മാറ്റിയിട്ട് അവരുടെ ക്യാരക്ടറിനെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് സിംബലിസം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ക്യാരക്ടറിനെ ഡബിൾ സ്ട്രോങ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് സിംബലിസം ഉപയോഗിച്ചുകൊണ്ട് ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പഠിപ്പിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഇത് ഞാൻ വെറുതെ അങ്ങ് പഠിപ്പിക്കുകയല്ല, പകരം ഫേമസ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് എടുത്തുകൊണ്ട്, അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ, ജഗന്നാഥൻ, കാർത്തികേയൻ, മാർക്കോ, ബെൻസ്, വിക്രം, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിനെ എടുത്തുകൊണ്ട് ആ ക്യാരക്ടേഴ്സിൽ എങ്ങനെയാണ് ഈ പറയുന്ന സിംബലിസം യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പോവുകയാണ്. ഇതിനൊപ്പം തന്നെ എനിക്ക് വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സിംബലിസം എന്താണെന്ന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തിരക്കഥയിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു ക്യാരക്ടറിനെ, പുതിയൊരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് സിംബലിസം, അതിൻ്റെ ആ ഒരു ഡെഫിനിഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. Symbolism in screenplay uses objects, characters, colors or actions to represent deeper ideas, themes or emotions beyond their ലിറ്ററൽ മീനിങ്. അപ്പോൾ ഇത്ര വലിയ ഡിഫിനിഷൻ കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ വളരെ സിമ്പിളായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് മുന്നിലേക്ക് കറക്റ്റായിട്ട് ഇത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിനെയോ ഒരു ഒബ്ജക്റ്റിനെയോ ഒക്കെ ആയിട്ട് മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രതീകാത്മകമായി കാണിച്ചുകൊണ്ട് ഡയറക്റ്റ് പറയാതെ ഇൻഡയറക്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സിംബലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിളിൽ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു, ഒരു പയ്യൻ വരുന്നു. ഈ ഒരു പയ്യൻ്റെ കയ്യിൽ കത്തിയോ റോസാപ്പോ ഒന്നുമില്ല, അവൻ കൈയും വീശിയോ വരുന്നെങ്കിലോ നമുക്ക് ആ ഒരു പയ്യനെക്കുറിച്ച്, അതാണ് നിങ്ങളുടെ ക്യാരക്ടറെങ്കിൽ ആ ഒരു പയ്യനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് ഒരു ധാരണയില്ല, അവൻ എന്താണെന്നുള്ള ഒരു ധാരണയില്ല. പകരം അവൻ്റെ കയ്യിൽ ഒരു റോസാപ്പൂ വന്നപ്പോൾ നമുക്ക് എന്താ, അവനൊരു പ്രേമരോഗിയ ചെക്കനാണ്, ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കാൻ നമുക്ക് മനസ്സിലായി. ഇനി അവൻ്റെ കയ്യിൽ കത്തി വന്നപ്പോൾ എന്താ, അവൻ ആ പെണ്ണിനെ കൊല്ലാനായിട്ട് വരികയാണ്, അവൻ ഇച്ചിരി നല്ല ചെക്കനല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അവിടെ വന്ന സമയത്ത് ആ ചെക്കൻ്റെ ക്യാരക്ടറിന് ഒരു ഇൻപുട്ട് നമുക്ക് കിട്ടി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്താണ്, രണ്ട് പേരാണുള്ളതല്ലേ, ആ ഒരു ഒബ്ജക്റ്റും ഉണ്ട്, ആ ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല, ഓഡിയൻസിനൊന്നും അറിയില്ല. പക്ഷേ ഓഡിയൻസിന് ഓൾറെഡി അറിയാവുന്ന ഒന്നാണ് എന്ത്, റോസാപ്പൂ അല്ലെങ്കിൽ കത്തി. അതായത് ഇവിടെ റോസാപ്പൂ ആണെങ്കിലും കത്തി ആണെങ്കിലും അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സാധനത്തെ എസ്റ്റാബ്ലിഷ് അല്ലാത്ത നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് ബന്ധിപ്പിച്ച സമയത്ത് അവിടെ ഓഡിയൻസിന് ഒരു ഇൻഫർമേഷൻ കിട്ടി. ഇങ്ങനെ നിങ്ങളുടെ ക്യാരക്ടറിനെ മറ്റ് സംഭവങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ക്യാരക്ടർ സിംബലിസം കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ കൂടെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എന്തോ ഒന്ന് കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു വസ്തുവും നിങ്ങളുടെ ക്യാരക്ടറും തമ്മിൽ കണക്റ്റ് ആവുമെന്നും നിങ്ങളുടെ ക്യാരക്ടറിന് ആ ഒരു എസ്റ്റാബ്ലിഷ് ആയ ആ ഒരു വസ്തുവുമായിട്ടുള്ളൊരു ബന്ധം കിട്ടുമെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മലയാളം സിനിമയിൽ ഉണ്ടായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എടുത്ത് വെച്ചിട്ട് ആ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് സിംബലൈസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം ക്യാരക്ടേഴ്സിനെയാണ് സിംബലൈസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ തുടരും സിനിമയിലെ ബെൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ആനയെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് തുടക്കം തന്നെ ആ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരു ആനയെ പേടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും കൂട്ടം തെറ്റി വരുന്ന ഒറ്റ കൊമ്പനെയാണ് പേടിക്കേണ്ടതെന്ന്. ആ സിനിമയിൽ എക്സാക്ട്ലി അത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു മോഹൻലാലിൻ്റെ ആ ഒരു ക്യാരക്ടർ ബെൻസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഉണ്ടാകുന്ന ട്രാജഡി മൂലം ആ ഒരു സാധാരണ ഒരു ആന ഇത്തരത്തിൽ ഒറ്റക്കൊമ്പനായി മാറുന്നവരാണ്. എങ്ങനെയാണ് അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് കണ്ടില്ല, അതായത് നോർമൽ ആനയിൽ നിന്ന് ആ ഒരു ഒറ്റക്കൊമ്പനായി മാറുമ്പോഴുള്ള ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റാണ് നമുക്ക് ഇൻ്റർവെല്ലിന് ശേഷം ആ ഒരു ഫിലിം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ആന എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ആ ഒരു കാര്യങ്ങളെന്നൊക്കെ
ഇതെടുത്തിട്ടാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലാലേട്ടൻ ആ ഒരു സിനിമയിൽ അത് അഭിനയിച്ച് പൊലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ടാമത്തെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ അതാണ് മാർക്കോ. മാർക്കോയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു മാർക്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ സിംബലൈസ് ചെയ്തിരിക്കുന്നത് ഒരു ഡോഗുമായിട്ടാണ്. അതായത് ഇപ്പോൾ ആ ഫിലിമിൽ തന്നെ പറയുന്നുണ്ട് ഒരു ഒബേഡിയൻ പിറ്റ്ബുള്ളാണ് മാർക്കോ എന്ന്. അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു നായ എങ്ങനെയാണ് ഒരു വീടിനെ കാക്കുന്നത്, ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ യജമാനെ എങ്ങനെയാണോ കാക്കുന്നത്, അതുപോലെയാണ് മാർക്കോ നിന്ന് ആ ഒരു സീനിൽ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ നേരം എങ്ങനെയാണ് ഒരു നായ പെരുമാറുക, ഒരു നായയുടെ മറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ്. ആ പിറ്റ്ബോളൊക്കെ നല്ല ജിമ്മാണെങ്കിൽ അതേപോലെ ക്യാരക്ടറാണ് മാർക്കോ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് മാത്രമല്ല ആ ഒരു ക്യാരക്ടേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലെ പല ആക്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അഭിനയങ്ങളാണെങ്കിലും അതിലെ എല്ലാ ഡയലോഗ്സ് ആണെങ്കിൽ പോലും മുഴുവൻ ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു നായയെ ബേസ് ചെയ്തിട്ടാണ്. അടുത്തൊരു കഥാപാത്രം എടുക്കുകയാണെങ്കിൽ അതാണ് വിക്രം. വിക്രത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറെ സിംബോളൈസ് ചെയ്തിരിക്കുന്നത് ഈഗിളിനെ വെച്ചിട്ടാണ്. ആ ഒരു പാട്ടിലും ആ ഒരു പടത്തിലും ഒക്കെ തന്നെ ആ ഒരു ഈഗിൾ എന്നുള്ള ആ ഒരു സാധനം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. എങ്ങനെയാണോ ഒരു കഴുകൻ തൻ്റെ ടാർഗറ്റിനെ നോക്കി അറ്റാക്ക് ചെയ്യുന്നത്, അതുപോലെയാണ് ആ വിക്രം എന്ന് പറയുന്ന ക്യാരക്ടർ തൻ്റെ ഓരോ ടാർഗറ്റിനെയും ഇങ്ങനെ കുറിവെച്ച് പിടിച്ചെടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിനി അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അതാണ് മുരുകൻ. പുലിമുരുകൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിൽ പുലിയുമായിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു വരയം പുലിയായിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു മുരുകൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ സിംബലൈസ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഓരോ ഭാവങ്ങളാണെങ്കിലും പുള്ളിയുടെ ഓരോ നീക്കങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഇത്തരത്തിൽ പുലിയുമായിട്ടാണ് ആ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ദുചൂടൻ എന്ന് പറയുന്ന ക്യാരക്ടർ, നരസിംഹം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ നമുക്ക് നോക്കി കാണാനായിട്ട് പറ്റും. ആ ഒരു പ്യുവർ എങ്ങനെയാണോ ഒരു സിംഹം എങ്ങനെയാണോ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുമനുസരിച്ച് തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനെയും അവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പറഞ്ഞില്ലേ, ഇത് മാത്രമല്ല കുറേയധികം മൃഗങ്ങളുണ്ട്. പാമ്പ്, അങ്ങനെ കുറേയധികം മൃഗങ്ങളെ വെച്ചിട്ട് കുറേയധികം ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ എല്ലാം പറഞ്ഞ് വെറുതെ വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. അതാണ് പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ. അതായത് പുരാണത്തിൽ നിന്ന് കഥാപാത്രങ്ങൾ എടുത്തിട്ട് സിംബലൈസ് ചെയ്തിട്ടുള്ള പടങ്ങളാണ്. നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്നത് ശിവനെയാണ്. ആ ഒരു ശിവൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ എടുത്തു വെച്ചിട്ട് ആ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു സിനിമ സിംബലൈസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു എന്താ പറയുക, ആ ഒരു പുരുഷത്വത്തിൻ്റെ ആ ഒരു പ്രതീകമായിട്ട് ആ ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ. ഇനി അദ്ദേഹത്തിൻ്റെ മകനായ കാർത്തികേയൻ എടുത്താൽ കാർത്തികേയൻ എന്ന് പറയുന്നത് ശിവൻ്റെ മകനായിട്ടുള്ള മുരുകനാണ്. എങ്ങനെയാണ് ആ ഒരു മുരുകൻ അച്ഛനും മകനും തമ്മിൽ, ശിവനും മുരുകനും തമ്മിൽ അടിയിട്ട് പിണങ്ങിയാണ് കൈലാസത്തിൽ നിന്ന് മുരുകൻ വന്ന് പഴനിയിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അച്ഛനും മകനും തമ്മിലുള്ള അകൽച്ച, ഇതൊക്കെ തന്നെ ആ ഒരു സിനിമയിൽ രാവണപ്രഭുവിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അച്ഛനെ വിട്ടു പോകുന്ന മകൻ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ പല രീതിയിൽ അതിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു സിനിമയിൽ രാവണനുമായിട്ടുള്ള ആ ഒരു സിംബലിസം കൂടെ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്, കഥയിൽ ചേഞ്ചസ് അങ്ങനെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്യാരക്ടറിലേക്ക് പോകാം. അതാണ് മൈക്കിൾ അപ്പൻ. അതായത് ഭീഷ്മപർവ്വം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ. ആ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മഹാഭാരതത്തിലെ ഭീഷ്മർ എന്ന് പറയുന്ന കഥാപാത്രത്തെ എടുത്തു വെച്ചിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു മൈക്കിൾ അപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഭീഷ്മറുടെ ക്യാരക്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റൂലേ, വലിയൊരു ഫാമിലിയുടെ ഹെഡായിട്ട് നിന്നുകൊണ്ട് ആ ഒരു ഫാമിലിയെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പരിപാടി. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്തരത്തിൽ ഭീഷ്മപർവ്വത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന വലിയൊരു ഫാമിലി ഉണ്ട്. അതിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന മൈക്കിളാണ്. ഓക്കെ, മൈക്കിൾ അപ്പനാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനിടയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കഥയൊക്കെ തന്നെയാണ് അതിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. ഇനിയിപ്പോൾ ഭീഷ്മർ എങ്ങനെയാണോ ശരശയിൽ കിടന്നുകൊണ്ട് അടിക്ക് നേതൃത്വം കൊടുത്തത്, ഇതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ആ ഒരു മൈക്കിൾ അപ്പനും അവിടെ ICUവിൽ കിടന്നുകൊണ്ട് ഇത്തരത്തിൽ ആ ഒരു അടിക്ക് നേതൃത്വം കൊടുക്കുകയും ആ ഒരു പ്രതികാരമൊക്കെ വീട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ മൈക്കിൾ അപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഇത്തരത്തിൽ ഇതിൻ്റെ സിംബലിസം ആണെന്ന് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് ജഗന്നാഥൻ. 6-ാം തമ്പുരാനിനകത്ത മോഹൻലാലിൻ്റെ കഥാപാത്രമാണ് ജഗന്നാഥൻ എന്ന് പറഞ്ഞ് നമുക്കറിയാമല്ലേ. ആ ഒരു ജഗന്നാഥൻ എന്നുള്ള പേരെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് മഹാവിഷ്ണുവിൻ്റെ പേരാണ് ജഗന്നാഥൻ. അപ്പോൾ മഹാവിഷ്ണു എന്ന് പറയുന്ന ആ ഒരു ദൈവത്തെ എടുത്തിട്ട് അതിനെയാണ് ഇവിടെ ജഗന്നാഥനായിട്ട് സിംബലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജഗന്നാഥൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ക്യാരക്ടർ ഇത്തരത്തിൽ ആ ഒരു നാട്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ അവിടേക്ക് വന്നിട്ട് അവിടുത്തെ ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ജഗൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ആ ഒരു സിനിമയിൽ ആരെയും കൊല്ലുന്നില്ല, പകരം എല്ലാവരെയും ആ ഒരു ധർമ്മം സ്ഥാപിപ്പിച്ചിട്ട് വിടുകയാണ്. കാരണം വിഷ്ണുവിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ആരെയും കൊല്ലുക എന്നുള്ള സംഹാരമല്ല, സ്ഥിതി ആയതുകൊണ്ട് ആരെയും കൊല്ലുന്നില്ല, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് മാത്രമല്ല കുറേയധികം ക്യാരക്ടേഴ്സ് ഇങ്ങനെ സിംബലിസം വെച്ചിട്ട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംബലിസം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആവേശത്തിലെ രംഗണ്ണൻ എന്ന് പറയുന്നത്. ഈ ഒരു രംഗണ്ണന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ ക്യാരക്ടേഴ്സിൽ നിന്ന് വളരെ വലിയൊരു വ്യത്യാസം ഇവിടെ രംഗണ്ണനുണ്ട്. ആ വ്യത്യാസം എന്താണെന്നും എന്ത് സിംബലിസം ഉപയോഗിച്ചിട്ടാണ് രംഗണ്ണൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്തതെന്നൊക്കെ തന്നെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. കാരണം അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും സിംബലിസം ഉപയോഗിച്ചൊരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞ എക്സാമ്പിളില്ല, ഈ പറഞ്ഞ എക്സാമ്പിൾ ഒന്നും ഉപയോഗിച്ച് നിങ്ങൾ ക്യാരക്ടർ ബിൽഡ് ചെയ്യരുത്. പകരം രംഗണ്ണനെ എങ്ങനെയാണോ ബിൽഡ് ചെയ്തത് അതേ കോൺസെപ്റ്റിലായിരിക്കണം നിങ്ങളും പുതിയ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇന്നത്തെ കാലത്തെ പുതിയ റൈറ്റേഴ്സ് ഫോളോ ചെയ്യേണ്ട ക്യാരക്ടർ സിംബലിസം മെത്തേഡ് അതാണ്.
ഇതെല്ലാം ഓൾഡ് സ്കൂൾ മെത്തേഡാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഈ ക്യാരക്ടേഴ്സില്ലേ, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഇനി നിങ്ങൾ എഴുതേണ്ടത് ഈ പറഞ്ഞ രംഗണ്ണനെ പോലത്തെ രീതിയിലാണ്. അതെങ്ങനെയാണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും ഒക്കെ തന്നെ നമ്മൾ അടുത്ത ഇൻ ഡീറ്റെയിൽ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും